ലോക്ക്ഡൗൺ വന്നപ്പോൾ ആദ്യത്തെ ആഴ്ച വളരെ ശാന്തമായിരുന്നു. പിന്നീട് റോഡുകളിൽ ബസ്സല്ലാത്ത എല്ലാ വാഹനങ്ങളും ഓടാനും ജനങ്ങൾ അങ്ങോട്ട് നടക്കാനും ഒക്കെ തുടങ്ങുന്ന ഒരവസ്ഥയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ നമുക്ക് ഒറ്റ എണ്ണത്തിലുള്ള രണ്ടാമത്തെ രണ്ടക്കമുള്ള രോഗികളായിട്ട് മാറാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് ഇനി ഒരാൾക്ക് കോവിഡ് പടരാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ അലംഭാവം മാറ്റണം. മുഖ്യമന്ത്രി തന്നെ പറയുണ്ടായി, നമുക്ക് ഈ കൊറോണയെ കുറച്ചു കാലം നമുക്ക് കൊണ്ടു നടക്കേണ്ടി വരും, അതിൽ നിന്നും മോചനമില്ല. ആ മോചനമില്ല എന്ന് പറയുന്നത് നമ്മൾ സ്വയം പ്രാപ്തരാകുക എന്നുള്ളതാണ്. സ്വയം നമുക്ക് അകലം പാലിക്കാനും നമ്മുടെ ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ് വേണ്ടത് എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കാനും നമുക്ക് കഴിയണം. എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം. സ്വയം പ്രവർത്തിക്കുമ്പോൾ നമ്മളൊരു വീട്ടിൽ പോയാൽ അകലം പാലിച്ചേ പറ്റൂ. ആ നമ്മുടെ സൗഹൃദം, നമുക്കൊരു പാരമ്പര്യമുണ്ട്, ചരിത്രമുണ്ട്. നമ്മളെല്ലാവരും സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ്. ആര് വന്നാലും നമ്മളെ ബന്ധുവായി മാറുന്നു. ആ ചിന്ത ഉണ്ടെങ്കിൽ പോലും അവരെവിടുന്ന് വരുന്നു, എങ്ങനെ എത്തുന്നു എന്നത് നമുക്കറിയാൻ കഴിയില്ല. അതിൻ്റെ അകലം പാലിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവിധ അർത്ഥത്തിലും ഡോക്ടർ ഇളവ് തരുമ്പോൾ ആ ഇളവ് അമിതമായ ആഹ്ലാദത്തോടു കൂടി നമ്മൾ വരവേൽക്കരുത്. അതിന് ശക്തമായി നേരിടാൻ, ഈ വൈറസിനെ നേരിടാൻ നമ്മൾ പ്രാപ്തരാവണം. ലോകത്തിന് മാതൃക കാണിച്ചു കൊടുത്ത നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഇനി ഒരു മരണം നമുക്ക് സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതിനെല്ലാവരും സഹായിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്.